അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 1300 വർഷങ്ങൾക്ക് ശേഷം ഇറാഖിലെ ടൈഗ്രിസ് നദിയുടെ തീരത്ത് രണ്ട് ഉന്നത സഹാബികളുടെ ഖബർ തുറന്നപ്പോൾ ജനക്കൂട്ടം ഒരു അത്ഭുതകരമായ സംഭവത്തിന് സാക്ഷിയായി. ഈ അത്ഭുതം കണ്ട ഒരു ജർമ്മൻ ഡോക്ടർ ഇസ്ലാം സ്വീകരിച്ചു. സുബ്ഹാനല്ലാഹ്! ഖബറിൽ അവർ കണ്ടത് ഭാവനാതീതമായിരുന്നു. മരണാനന്തരം ഖബറിന്റെ ആഴങ്ങളിൽ നമ്മുടെ ശരീരത്തിന് എന്താണ് സംഭവിക്കുന്നത് എന്ന് നിനക്കറിയാമോ? അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അവരുടെ മതവിശ്വാസങ്ങൾക്കനുസരിച്ച് ആളുകൾ സാധാരണയായി ശവസംസ്കാരം ചെയ്യപ്പെടുകയോ ദഹിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നു. ഓരോ മതത്തിനും മരണാനന്തരം എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് അതിൻ്റേതായ ആചാരങ്ങളും രീതികളുമുണ്ട്. എന്നാൽ പ്രവാചകന്മാരുടെ കാര്യത്തിൽ ഇത് തികച്ചും അതുല്യവും അസാധാരണവുമാണ്. ഇസ്ലാമിലെ പല പ്രാമാണികവും പ്രശസ്തവുമായ ഹദീസുകൾ പറയുന്നത് അല്ലാഹുവിൻ്റെ പ്രവാചകന്മാരുടെ ശരീരങ്ങൾ ഒരിക്കലും മണ്ണിനാൽ നശിക്കുന്നില്ല എന്നാണ്. അവരുടെ ശാരീരിക രൂപം ജീവിതകാലത്തുണ്ടായിരുന്നതുപോലെ തന്നെ മണ്ണിനടിയിൽ അതേപടി സംരക്ഷിക്കപ്പെട്ടിരിക്കും. പ്രവാചകന്മാർ മാത്രമല്ല, പല ഹദീസുകൾ പറയുന്നത് രക്തസാക്ഷികളായവരുടെയോ അല്ലാഹു നീതിമാന്മാരും പ്രിയപ്പെട്ട അടിമകളുമായി സ്വീകരിച്ചവരുടെയോ ശരീരങ്ങളും മണ്ണിനടിയിൽ നശിക്കാതെ സംരക്ഷിക്കപ്പെടുന്നു എന്നാണ്. ഇതിൻ്റെ ഒരു യഥാർത്ഥ ജീവിത ഉദാഹരണം ഇറാഖിൽ കാണാം. 1921 1933 ഇടയിൽ ഇറാഖ് ഭരിച്ച ഫൈസൽ രാജാവിൻ്റെ കാലത്താണ് ഈ സംഭവം നടന്നത്. ഒരു രാത്രി ഫൈസൽ രാജാവിന് ഒരു ആഴമേറിയതും അർത്ഥവത്തായതുമായ സ്വപ്നം കണ്ടു. അതിൽ ഉന്നത സഹാബിയായ ഹുദൈഫ ഇബ്നു അൽ യമാൻ റളിയല്ലാഹു അൻഹു അവനോട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ ദൂതന്റെ രണ്ട് പ്രിയപ്പെട്ടതും അടുപ്പമുള്ളതുമായ സഹാബികളുടെ ഖബറുകൾ ടൈഗ്രിസ് നദിയുടെ തീരത്ത് അപകടത്തിലാണ്. നദിയുടെ ഗതി വേഗത്തിൽ മാറുകയാണ്. അത് ഖബറുകളോട് അപകടകരമാംവിധം അടുക്കുന്നു. ഇറാഖിന്റെ ഭരണാധികാരിയായ നിന്റെ ഉത്തരവാദിത്തമാണ് ഈ രണ്ട് പവിത്ര ശരീരങ്ങളെ സുരക്ഷിതവും മാന്യവുമായ ഒരു സ്ഥലത്തേക്ക് മാറ്റിസ്ഥാപിക്കുക. അടുത്ത ദിവസം രാവിലെ ഫൈസൽ രാജാവ് ഉണർന്നപ്പോൾ ആ സ്വപ്നം വ്യക്തമായി ഓർമ്മിച്ചു. ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൻ പ്രദേശത്തെ മുഫ്തിയെ കാണാൻ ആഗ്രഹിച്ചു. എന്നാൽ നിർഭാഗ്യവശാൽ ആ ദിവസം മുഫ്തി വളരെ തിരക്കിലായിരുന്നു. കൂടിക്കാഴ്ച നടക്കാതെ പോയി. അടുത്ത രാത്രി ഫൈസൽ രാജാവിന് വീണ്ടും അതേ സ്വപ്നം കണ്ടു. ഹുദൈഫ ഇബ്നു അൽ യമാൻ റളിയല്ലാഹു അൻഹു അതേ നിർദ്ദേശം ആവർത്തിച്ചു. എന്നിട്ടും ഫൈസൽ ഇനിയും എന്തു ചെയ്യണമെന്ന് ഉറപ്പില്ലാതെ പഠിച്ചു. മൂന്നാമത്തെ രാത്രി സ്വപ്നം വീണ്ടും ആവർത്തിച്ചു. എന്നാൽ ഇത്തവണ അത് വെറുമൊരു നിർദ്ദേശം മാത്രമായിരുന്നില്ല, ഒരു മുന്നറിയിപ്പോടുകൂടിയാണ് വന്നത്. അത്ഭുതകരമായി അതേ രാത്രി തന്നെ ഗ്രാൻഡ് മുഫ്തിക്കും കൃത്യമായി അതേ സ്വപ്നം കണ്ടു. അടുത്ത ദിവസം രാവിലെ ഗ്രാൻഡ് മുഫ്തി വേഗം പ്രധാനമന്ത്രിയുടെ അനുവാദം തേടി രാജകുടുംബത്തെ കാണാൻ ധൃതിപ്പെട്ടു. അവൻ ഫൈസൽ രാജാവിനെ കണ്ട് താൻ കണ്ട സ്വപ്നത്തിന്റെ എല്ലാ വിശദാംശങ്ങളും പങ്കുവച്ചു. മുഫ്തിയുടെ വിവരണം കേട്ട് ഫൈസൽ രാജാവ് അത്ഭുതപ്പെട്ടു. കഴിഞ്ഞ 3 രാത്രികളായി തനിക്കും അതേ സ്വപ്നം കണ്ടിരുന്നു. പെട്ടെന്ന് ഈ കഥ പ്രദേശമാകെ പരന്നു. പൊതുജനങ്ങളിൽ വലിയ ആവേശമുണ്ടാക്കി. ചർച്ചകളും വാദപ്രതിവാദങ്ങളും ഉയർന്നു. ഇത്രയും ആദരണീയരായ സഹാബികളുടെ ഖബറുകൾ തുറക്കുന്നതുപോലും അനുവദനീയമാണോ? ദീർഘമായ ചർച്ചകൾക്ക് ശേഷം ഒരു തീരുമാനമായി. സാഹചര്യത്തിന്റെ അടിയന്തര സ്വഭാവം കണക്കിലെടുത്ത് രണ്ട് ഉന്നത സഹാബികളുടെ ഖബറുകൾ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റുന്നത് അനുവദനീയമാണ്. ഗവൺമെന്റ് മാറ്റിസ്ഥാപിക്കലിനായി ഒരു പ്രത്യേക തീയതിയും സമയവും പ്രഖ്യാപിച്ചു. ആ ദിവസമെത്തിയപ്പോൾ ബാഗ്ദാദിന്റെ തെരുവുകൾ ജനങ്ങളാൽ നിറഞ്ഞു. ഈ ചരിത്ര സംഭവം സ്വന്തം കണ്ണുകൊണ്ട് കാണാൻ ദൂരദേശങ്ങളിൽ നിന്നുപോലും ജനങ്ങൾ തടിച്ചുകൂടി. ഇനി ആ രണ്ട് സഹാബികൾ ആരായിരുന്നു എന്ന് നമുക്കറിയാം. ഒരാൾ ഹസ്രത്ത് ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ആയിരുന്നു. മറ്റൊരാൾ ഹസ്രത്ത് ഹുദൈഫ അൽ യമാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അതെ പ്രിയ സുഹൃത്തുക്കളെ, രാജസദസ്സിൽ ദൂതനായി ബഹുമാനിക്കപ്പെട്ട പ്രശസ്ത സഹാബിയാണ് ഹുദൈഫ ഇബ്നു അൽ യമാൻ. അവന് അസാധാരണമായ ഒരു കഴിവുണ്ടായിരുന്നു. രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള അസാമാന്യമായ കഴിവ്. മറ്റുള്ളവരിൽ അപൂർവമായി മാത്രം കാണപ്പെടുന്ന ഒരു ഗുണം. ഈ അതുല്യമായ ഗുണം കാരണം പ്രവാചകൻ മുഹമ്മദ് നബി തന്റെ രഹസ്യങ്ങൾ ഹുദൈഫയ്ക്ക് മാത്രമാണ് വിശ്വസിച്ചു പറഞ്ഞിരുന്നത്, മറ്റാർക്കുമല്ല. അക്കാലത്ത് മുസ്ലിം സമുദായം ഒരു ഗുരുതരമായ പ്രശ്നം നേരിട്ടിരുന്നു. പലരും പുറമേ മുസ്ലിംകളായി തോന്നിയെങ്കിലും അകമേ ഇസ്ലാമിന്റെ ശത്രുക്കളായിരുന്നു. 12 പ്രധാന കപടന്മാരുടെ പേര് നബി തങ്ങൾ ഹുദൈഫ ഇബ്നു അൽ യമാന് മാത്രം വെളിപ്പെടുത്തി. അവരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ച്
മുസ്ലിം സമുദായത്തെ അവരുടെ ആന്തരിക ഗൂഢാലോചനകളിൽ നിന്ന് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം അവനെ ഏൽപ്പിച്ചു. പ്രവാചകന്റെ വിയോഗത്തിന് ശേഷവും ഹസ്രത്ത് ഹുദൈഫ ഇബ്നു അൽ യമാൻ റളിയല്ലാഹു അൻഹു തനിക്ക് ഏൽപ്പിക്കപ്പെട്ട ഈ മഹത്തായ രഹസ്യം വിശ്വസ്തയോടെ സൂക്ഷിച്ചു, ഒരിക്കലും വെളിപ്പെടുത്തിയില്ല. ഇസ്ലാമിലെ ഏറ്റവും വലിയ ഖലീഫമാർ ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ്, ഹസ്രത്ത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എന്നിവർ പോലും ഏറ്റവും നിർണായക സമയങ്ങളിൽ പോലും ശരിയായ മാർഗനിർദ്ദേശം നൽകാൻ അവന് കഴിവുണ്ടെന്നറിഞ്ഞ് അവന്റെ ഉപദേശം തേടിയിരുന്നു. ഇസ്ലാമിക ചരിത്രകാരന്മാർ പറയുന്നതനുസരിച്ച് ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഒരു അത്ഭുതകരമായ തന്ത്രം ആലോചിച്ചെടുത്തു. അവന്റെ രീതി ലളിതവും എന്നാൽ ആഴമേറിയതുമായിരുന്നു. ഒരു മുസ്ലിം മരണപ്പെട്ടപ്പോൾ ഹുദൈഫ ഖബറടക്കത്തിൽ പങ്കെടുക്കുന്നുണ്ടോ എന്ന് അവൻ നിരീക്ഷിക്കും. പങ്കെടുത്താൽ ആ വ്യക്തി യഥാർത്ഥ വിശ്വാസിയാണെന്ന് ഖലീഫയ്ക്കറിയാം. ഇല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് എന്തോ സംശയമുണ്ടെന്ന് അവന് മനസ്സിലാകും. പിന്നീട് ഹുദൈഫ റളിയല്ലാഹു അൻഹു ഇറാഖിന്റെ ഗവർണറായി നിയമിതനായി. അവിടെ അവൻ മരണപ്പെട്ടു. ടൈഗ്രിസ് നദിയുടെ തീരത്ത് അടക്കം ചെയ്യപ്പെട്ടു. വർഷങ്ങൾക്ക് ശേഷം ഈ രണ്ട് സഹാബികളുടെ ഖബറുകൾ മാറ്റിസ്ഥാപിക്കേണ്ട സമയം വന്നപ്പോൾ, ശവകുടീരങ്ങൾ തുറന്നപ്പോൾ സംഭവിച്ചത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി, കണ്ണുകൾ വിടർത്തി. പുസ്തകങ്ങളിൽ മാത്രം വായിച്ചിരുന്നത് ഇപ്പോൾ അവരുടെ കൺമുന്നിൽ നടക്കുന്നു. സഹാബികളുടെ ശവവസ്ത്രങ്ങൾ തൂവെള്ളയായിരുന്നു. അവരുടെ ശരീരങ്ങൾ പൂർണ്ണമായും അതേപടി അവർ നിമിഷങ്ങൾക്ക് മുമ്പ് അടക്കം ചെയ്യപ്പെട്ടതുപോലെ തോന്നി. ഈ ചരിത്ര സംഭവത്തിനിടെ സന്നിഹിതനായിരുന്ന ഒരു ജർമ്മൻ ഫിസിഷ്യൻ ഇറാഖിന്റെ രാജകീയ അധികാരികളോട് സഹാബികളുടെ മുഖങ്ങളെടുത്ത് പരിശോധിക്കാൻ പ്രത്യേക അനുവാദം അഭ്യർത്ഥിച്ചു. അടുത്ത് കണ്ട അത്ഭുതകരമായ കാഴ്ചയിൽ ആകൃഷ്ടനായ ജർമ്മൻ ഡോക്ടർ 1300 വർഷങ്ങൾക്ക് മുമ്പ് അടക്കം ചെയ്യപ്പെട്ട ഒരു ശരീരം എങ്ങനെ ഇത്ര പുതുമയോടെ സ്പർശിക്കപ്പെടാതെ നിൽക്കുന്നു എന്ന് മനസ്സിലാകാതെ ഇസ്ലാം സ്വീകരിച്ചു. പിന്നീട് ഈ രണ്ട് പവിത്ര ശരീരങ്ങളും ഹസ്രത്ത് സൽമാൻ ഫാർസി റളിയല്ലാഹു അൻഹുയുടെ ഖബറിന് തൊട്ടടുത്ത് ഒരു സുരക്ഷിത സ്ഥലത്ത് ബഹുമാനപൂർവ്വം വീണ്ടും അടക്കം ചെയ്യപ്പെട്ടു. സുബ്ഹാനല്ലാഹ്, എന്തൊരു ബഹുമാനകരമായ വിശ്രമസ്ഥലമാണ് അവർക്ക് നൽകപ്പെട്ടത്. പ്രിയ സുഹൃത്തുക്കളെ, ഇനി ഒരു മനുഷ്യന്റെ ശരീരം ഖബറിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. മരണപ്പെട്ട ഒരാളുടെ ശരീരത്തിന്റെ അവയവങ്ങൾ, കൈകാലുകൾ എന്താകുന്നു? ആരെങ്കിലും മരിച്ച് അടക്കപ്പെടുമ്പോൾ അവരുടെ മൂക്ക്, ചെവികൾ, പല്ലുകൾ, കാലുകൾ, ഈ ശരീരഭാഗങ്ങൾ എവിടെ പോകുന്നു? പ്രവാചകന് ലഭിച്ച ഖുർആൻ ഈ വിഷയത്തിൽ മാർഗനിർദ്ദേശം നൽകുന്നുണ്ടെന്ന് നമുക്കറിയാം. ആശ്ചര്യകരമായി ആധുനിക ശാസ്ത്രവും ഇതിനോട് യോജിക്കുന്നു. അല്ലാഹു ഖുർആനിൽ പ്രഖ്യാപിക്കുന്നു, അവൻ മനുഷ്യനെ കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, മരണാനന്തരം അവനെ മണ്ണിലേക്ക് തിരികെ കൊണ്ടുവരുന്നു. ചിലർ ചോദിച്ചേക്കാം, മുസ്ലിംകൾ മാത്രമാണോ മണ്ണിലേക്ക് മടങ്ങുന്നത്? ദഹിപ്പിക്കപ്പെടുന്ന മറ്റുള്ളവരുടെ കാര്യമോ? ഇത് പ്രത്യേകിച്ച് ഞങ്ങളുടെ മുസ്ലിം ഇതര സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഒരു സാധാരണ ആശങ്കയാണ്. പ്രിയ സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, ദഹിപ്പിക്കപ്പെടുന്നവർ പോലും ചാരമായി മാറുന്നു. ആ ചാരം ആത്യന്തികമായി മണ്ണിന്റെ ഭാഗമാകുന്നു. എല്ലാ ലോകങ്ങളുടെയും നാഥനായ അല്ലാഹു ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും മണ്ണുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ആ ബന്ധം വിച്ഛേദിക്കപ്പെട്ടാൽ ഒരാൾക്ക് ജീവിക്കാനോ ശ്വസിക്കാനോ പോലും കഴിയില്ല. ഇനി ഒരു വ്യക്തി ഖബറിൽ വെക്കപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. പ്രവാചകന്റെ ഉപദേശങ്ങൾ അനുസരിച്ച് മരണാനന്തരം നമ്മൾ വീണ്ടും ഉയർപ്പിക്കപ്പെടുമെന്ന് നാം വിശ്വസിക്കണം. ആധുനിക ശാസ്ത്രം പോലും മരിച്ച ശരീരങ്ങളെ പഠിക്കുമ്പോൾ മരണാനന്തരം മനുഷ്യ ശരീരം ഒരു സ്വാഭാവിക പരിവർത്തനത്തിന് വിധേയമാകുന്നുവെന്ന് പറയുന്നു. സൂക്ഷ്മാണുക്കളും പരിസ്ഥിതി ഘടകങ്ങളും ശരീരത്തിനുള്ളിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. ക്രമേണ അത് നശിപ്പിക്കപ്പെട്ട് മണ്ണുമായി ലയിക്കുന്നു. ഈ പ്രക്രിയയിൽ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ ക്രമേണ വിഘടിക്കുകയും ശവകുടീരത്തിനുള്ളിൽ വ്യാപിക്കുകയും ചെയ്യുന്നു. ചിലപ്പോൾ പുതുതായി അടക്കം ചെയ്ത ഒരു ശവകുടീരം തുറക്കുമ്പോൾ ഒരു പ്രത്യേക ഗന്ധം പുറത്തുവരുന്നു. ഇത് നടന്നുകൊണ്ടിരിക്കുന്ന വിഘടന പ്രക്രിയയുടെ ഫലമാണ്. ഈ സ്വാഭാവിക പ്രക്രിയ കാരണം ചർമ്മം, പേശികൾ, ശരീരഭാഗങ്ങൾ എന്നിവ ക്രമേണ അവയുടെ ഘടന നഷ്ടപ്പെടുന്നു. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ മുഖത്തിന്റെ ലക്ഷണങ്ങൾ നശിക്കാൻ തുടങ്ങുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ആ മുഖം, ആ മൂക്ക്, നമ്മുടെ അഹങ്കാരത്തിന്റെയും ഗർവിന്റെയും പ്രതീകങ്ങൾ ഒടുവിൽ മണ്ണിൽ ലയിക്കുന്നു. ഏകദേശം 1 മാസത്തിനു ശേഷം ശരീരത്തിനുള്ളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. പലപ്പോഴും ശരീരത്തിന്റെ മിക്ക ഭാഗങ്ങളും ഇനി നിലനിൽക്കുന്നില്ല. ഏകദേശം 90 ദിവസങ്ങൾക്ക് ശേഷം എല്ലുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. മസ്തിഷ്കം, കണ്ണുകൾ, ചെവികൾ ഇവയെല്ലാം അപ്പോഴേക്കും ഇല്ലാതാകുന്നു.
1 വർഷത്തിനു ശേഷം എല്ലുകൾ പോലും ദുർബലമാകാൻ തുടങ്ങുന്നു. എന്നാൽ ഒരു പ്രത്യേക എല്ല് നിലനിൽക്കുന്നു. അജു അൽ ദനബ് എന്നറിയപ്പെടുന്ന നട്ടെല്ലിന്റെ അടിഭാഗത്തുള്ള ഒരു ചെറിയ എല്ല്. ഹദീസ് അനുസരിച്ച് വിധിന്യായ ദിനം വരെ അല്ലാഹു ഈ എല്ല് സംരക്ഷിക്കും. അതിൽ നിന്ന് മനുഷ്യനെ വീണ്ടും സൃഷ്ടിക്കും. ശാസ്ത്രജ്ഞരും കണ്ടെത്തിയിട്ടുണ്ട്, ഈ എല്ല് മറ്റുള്ളവയെ അപേക്ഷിച്ച് കൂടുതൽ ദൃഢമാണ്. കോശ പുനരുജ്ജനനത്തിനുള്ള സാധ്യതയുണ്ട്. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ഇതെല്ലാം അറിഞ്ഞ ശേഷം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒരു നിമിഷം നിന്ന് ചിന്തിക്കേണ്ടേ? ഈ ലോകത്ത് നാം പല തെറ്റുകളും പാപങ്ങളും അവഗണനകളും ചെയ്യുന്നു. എന്നാൽ ഒടുവിൽ നമുക്കെല്ലാം ഖബറിന്റെ യാഥാർത്ഥ്യം നേരിടേണ്ടി വരും. അതിനാൽ നമുക്ക് നമ്മുടെ ജീവിതം നല്ല പ്രവൃത്തികളിൽ നിക്ഷേപിക്കാം. വിശ്വാസം ശക്തിപ്പെടുത്താം. ആന്തരിക അവഗണന നീക്കം ചെയ്യാം. എല്ലായ്പ്പോഴും ഓർക്കാം, നാം അല്ലാഹുവിന്റെ അടിമകളാണ്. അവന് ഏത് നിമിഷവും നമ്മെ തിരികെ വിളിക്കാം. ഈ ലോകത്തെ എല്ലാ വഴിപ്പിഴവുകളും, അധാർമികത, ലഹരി, അനീതി, വിദ്വേഷം ഒടുവിൽ ശവകുടീരത്തിൽ അവസാനിക്കുന്നു. ലോകത്തുനിന്ന് എവിടെയായിരുന്നാലും ഒരു ദിവസം നിനക്ക് ഖബറിൽ പ്രവേശിക്കേണ്ടി വരും. അവിടെ നടക്കുന്നതിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാനാകില്ല. അതിനാൽ നമുക്ക് നമ്മുടെ പാപങ്ങൾക്ക് പശ്ചാത്തപിക്കാം. നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് അഹങ്കാരത്തിന്റെയും ഗർവിന്റെയും മന്ത്രണങ്ങൾ നീക്കം ചെയ്യാം. ഇന്ന് പല യുവാക്കളും യുവതികളും അഹങ്കാരവും അനാവശ്യ മനോഭാവവും നിറഞ്ഞവരാണ്. അല്ലാഹുവിന്റെ ഭയം അവരുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കേണ്ടത് ഇപ്പോൾ ഒരിക്കലുമില്ലാത്ത വിധം പ്രധാനമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.